ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമുക്ക് എങ്ങനെ ഒരു നാടൻ നെത്തോലിയും പീര വറ്റിച്ചതുണ്ടാക്കാം എന്നാണ് നോക്കുന്നത്. ഇത് നാടൻ സ്റ്റൈലിൽ സൂപ്പറായിട്ട് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒന്നാണ് നെത്തോലി പീര വറ്റിച്ചത്. അതിനായിട്ട് നമുക്ക് ആവശ്യമായിട്ട് വരുന്നത് കുറച്ച് നല്ല ഫ്രഷായിട്ടുള്ള നെത്തോലി മീനാണ്. അങ്ങനെ കുറച്ച് നല്ല ഫ്രഷായിട്ടുള്ള നെത്തോലി മീൻ കിട്ടിയിട്ടുണ്ട്. ഇത് നമുക്ക് പെട്ടെന്ന് കഴുകി വൃത്തിയാക്കി എടുക്കാവുന്നതാണ്. നല്ലതാന്ന് നോക്കൂ, നല്ല സൂപ്പറായിട്ടുള്ള നല്ല ഫ്രഷായിട്ടുള്ള നല്ല നെത്തോലി തന്നെ കിട്ടിയിട്ടുണ്ട്. ഇത് നമുക്ക് പെട്ടെന്ന് ഞൊടിയിടയിൽ തയ്യാറാക്കിയെടുക്കാം. അത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി ഒരു കഷ്ണം ഇഞ്ചി, ഒരു 4-5 അല്ലി വെളുത്തുള്ളി, 3 പച്ചമുളക് നന്നായിട്ട് ചതച്ചതും, ഒരു സവാള നന്നായിട്ട് കൊത്തി അരിഞ്ഞതും കൂടി എടുക്കുക. എന്നിട്ട് ഒരമുറി തേങ്ങ, കാശ്മീരി മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടിയും ചേർത്ത് നന്നായി ചതച്ചത്, കറിവേപ്പിലയും ചേർത്ത് നന്നായിട്ട് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് മിക്സ് ചെയ്തെടുക്കുക. അതിലേക്ക് കുറച്ച് പുളി പിഴിഞ്ഞത് ഒഴിക്കുക. പുളി എന്ന് പറയുമ്പോൾ നമുക്ക് ആവശ്യത്തിനുള്ള പുളി മാത്രം, കുറച്ച് പുളിയുടെ ആവശ്യമേ ഉള്ളൂ. കാരണം നമുക്ക് പുളിപ്പ് ഒരുപാട് ആവശ്യമാണെങ്കിൽ കുറച്ചും കൂടെ പുളി ചേർക്കാം. ഞാൻ ആവശ്യത്തിന് കുറച്ച് പുളി മാത്രമേ ചേർത്തിട്ടുള്ളൂ. ഇതെല്ലാം കൂടി നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് ഒന്ന് തട്ടിപ്പൊത്തി വെക്കുക. ഒരു അരമണിക്കൂറെങ്കിലും അങ്ങനെ വെക്കുക. മീനിൻ്റെ ടേസ്റ്റൊക്കെ ഒന്ന് പിടിക്കാനായിട്ടാണ്. അതിനുശേഷം ഇത് അടുപ്പത്ത് വെക്കാവുന്നതാണ്. ഇതിൽ വേറെ എണ്ണ ചേർക്കുകയോ കടുവറുക്കുകയോ അങ്ങനെ ഒന്നും ഇതിൻ്റെ ആവശ്യമില്ല. ഇതെല്ലാം നാച്ചുറലായിട്ട് അടുപ്പത്ത് വെച്ച് ഒരു മൂടി കൊണ്ട് അടച്ച് ഒരു 2-3 മിനിറ്റ് ആകുമ്പോൾ ചട്ടി നിറയെ വെള്ളമായി വരുന്നതാണ്. കണ്ടോ, വെള്ളം ആയി വരുന്നതാണ്ടോ? ആ ചട്ടി മൊത്തം നന്നായിട്ട് വെള്ളം വരുന്നതാണ്. ഇത് നമ്മൾ വെള്ളം ഒഴിച്ച് കൊടുത്ത് വേവിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇത് നമുക്ക് നന്നായിട്ട് ഇടയ്ക്കിടയ്ക്ക് മൂടി തുറന്ന് ഇളക്കി കൊടുക്കാവുന്നതാണ്. ഫ്രണ്ട്സ്, നിങ്ങളെല്ലാവരും എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എന്നെ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക. നമുക്ക് നോക്കാം. ഇനി വീണ്ടും ഇടയ്ക്കിടയ്ക്ക്, കാരണം എണ്ണയൊന്നും ചേർത്തിട്ടില്ലാത്തതുകൊണ്ട് പെട്ടെന്ന് മൂട്ടി പിടിച്ചു പോകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ഇടയ്ക്കിടയ്ക്ക് മൂടി തുറന്ന് ഒന്ന് ഇളക്കി കൊടുക്കുക. ഇപ്പം ഒന്ന് നന്നായിട്ട് മുരിഞ്ഞ് വരുന്നുണ്ട്. അത് നമ്മൾ എത്രമാത്രം വെള്ളം വറ്റിച്ച് മുരിച്ച് ഇളക്കി തോത്തിയെടുക്കുമോ അത്രയും ടേസ്റ്റ് കൂടുന്നതാണ് കറിക്ക്. അതുകൊണ്ട് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് നന്നായിട്ട് വെള്ളം വറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് മൂടി വെച്ച് അടയ്ക്കേണ്ട ആവശ്യമില്ല, കാരണം മീൻ നന്നായിട്ട് വെന്തിട്ടുണ്ട്, നല്ല പാകത്തിനായിട്ടുണ്ട്. ഇനി നമുക്ക് മൂടി വെച്ച് അടയ്ക്കേണ്ട ആവശ്യമില്ല. ഇനി ഇടയ്ക്കിടയ്ക്ക് നന്നായിട്ട് അടിയിൽ നിന്നും മുകളിൽ നിന്നും ഒക്കെ നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുത്ത് നന്നായിട്ട് ഈ മീനൊന്ന് മുരിച്ചെടുക്കുമ്പോഴാണ് അതിൻ്റെ ടേസ്റ്റ് കറക്റ്റായിട്ട് അറിയാൻ പറ്റുന്നത്. ഓക്കെ ഫ്രണ്ട്സ്, എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, കമൻറ്റ് അയയ്ക്കുക.